ഹലോ, അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് തിരികെട്ട് എന്ന് പറയുന്ന ഒരു പലഹാരം പരിചയപ്പെടുത്താനായിട്ടാണ്. പലഹാരം അല്ലെങ്കിൽ അപ്പം എന്നൊക്കെ പറയാം. നമ്മുടെ നാട്ടിൽ കുംഭഭരണി നാളിലാണ് ഇത് ഉണ്ടാക്കുക. ഇത് സാധാരണയായിട്ട് കുംഭഭരണി നാളിൽ അമ്പലത്തിലാണ് ഉണ്ടാക്കുക. അമ്പലത്തിൽ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കുകയുള്ളൂ. ഈ കാണുന്ന ഇലയിലാണ് നമ്മൾ തിരികെട്ട് ഉണ്ടാക്കുക. ഇത് നമ്മുടെ പറങ്കിമാവിൻ്റെ ഇലയാണ്. ചില നാട്ടിൽ കശുമാങ്ങ എന്ന് പറയും. അതിൻ്റെ ഇലയാണ് ഇത്. ഇപ്പോൾ ഈ ഇതിൽ വീഡിയോയിൽ കാണിക്കുന്ന പോലെ 4 ഇല ചേർത്തിട്ട് ഇങ്ങനെ ഒരു ഈർക്കിൾ കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കും. 4 ഇല ചേർത്ത് ഇങ്ങനെ കുത്തിയിട്ട് അപ്പോഴേ നമുക്കതിലേക്ക് പലഹാരം ഇങ്ങനെ ഈ അട വീതിയിൽ പരത്താൻ പറ്റുള്ളൂ. കുറച്ച് വലുപ്പത്തിലുള്ള പറങ്കിമാവിൻ്റെ ഇലയാണ് നമുക്കിത് ഒന്നും കൂടെ നന്നായിട്ടിരിക്കുക. കാരണം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്യാനും അതുപോലെ ഇതിങ്ങനെ കുത്തിയെടുക്കാനും കണ്ടില്ല 4 ചേർത്തിട്ട് കുത്തിയെടുക്കാനും അതുപോലെ പരത്താനും എല്ലാം എളുപ്പം നമുക്ക് കുറച്ച് വലിയ ഇല നോക്കിയെടുക്കുന്നതാണ്. പിന്നെ ചില ആളുകൾ ഇത് പ്ലാവിൻ്റെ ഇലയിലും അതുപോലെ നമ്മുടെ പൊടിയൈനിയുടെ ഇല എന്ന് പറയും, ചില നാട്ടിൽ വട്ടയില എന്നൊക്കെ പറയും, അങ്ങനെയുള്ള ഇലയിൽ ചെയ്തെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടേക്കൊക്കെ ശരിക്കും ഈ പറങ്കിമാവിൻ്റെ ഇലയിൽ തന്നെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നത്. നമ്മുടെ അടയ്ക്കുള്ള മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വറക്കാത്ത അരിപ്പൊടിയിലേക്ക് തേങ്ങ ചിരകിയത്, അതുപോലെ ശർക്കര ഉരുക്കിയത്, ചെറുപഴം, ഏലക്കായ, പിന്നെ ഒരു കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ശർക്കര പാനി എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്കിത് കൈ ഒട്ടാതെ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്തിട്ട് കറക്റ്റ് ഇത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഒരെണ്ണം ഇവിടെ പരത്തിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പോലെ ഇതിൻ്റെ 4 ഭാഗത്തുനിന്നും ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. അത് ഈ മാവിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും, പോവുന്നില്ല. പക്ഷെ നമ്മൾ വെക്കുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരെണ്ണം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് പരത്തി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ചെമ്പിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുന്നത്. ചെമ്പിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ചിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള തിരികെട്ടൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് ആവി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇലയുടെ കളറൊക്കെ ചേഞ്ച് ആവും. നല്ല ഗ്രീൻ കളറുള്ളതൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം.
നല്ല ചൂടാണ് കേട്ടോ, അത് കാരണം ചെറുതായിട്ട് ഇലയിൽ വിട്ട് വരാൻ കുറച്ച് പ്രയാസമുണ്ട്. കണ്ടോ, ചെറുതായിട്ടൊന്ന് ഒട്ടി പിടിച്ചിട്ടുണ്ട്. പക്ഷെ ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ നാട്ടിലെ കുംഭഭരണി സ്പെഷ്യൽ തിരികെട്ട്. ഇത് നിങ്ങളാരെയും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.